അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപക്ഷെ തനിമയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വളരെ വ്യത്യസ്തമായ വിഷയത്തിലുള്ള ഒരു ശില്പശാല എന്നതിൽ കവിഞ്ഞ് കേരളത്തിൻ്റെ ചിന്താചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു തുടക്കം ആണ് ഇന്നത്തെ വിഷയം എന്നതാണ് ഈ പരിപാടിയുടെ പ്രസക്തി. തുടക്കത്തിൽ തന്നെ പറയട്ടെ, അത്യധികം ആശങ്കയോടെയും ഒരുപക്ഷെ പരാജയ ഭീതിയോടെയുമാണ് ഈ വിഷയം നമ്മൾ ഏറ്റെടുത്തത്. ഇപ്പോഴും അത് വിട്ടുമാറിയിട്ടില്ല. അത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, നമ്മൾ ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ സ്ഥിരം നമ്മുടെ ഉയരെഴുത്ത് ക്യാമ്പുകളിലൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള അതേ സദസ്സിന് മുന്നിൽ തന്നെ ഇതും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുമോ, നമ്മൾ എത്ര പണിയെടുത്താലും ഇതിലേക്ക് വരേണ്ടവർ വരാതിരിക്കുമോ എന്ന ആശങ്ക അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എത്ര പണിയെടുത്തിട്ടും അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. രണ്ടാമത്തേത്, ഈ ഒരു വിഷയം, ഈ തലക്കെട്ടിലുള്ള ഈ വിഷയം നമ്മൾ തുടങ്ങുന്നു, അതെത്ര ഫലപ്രദമായി നമുക്ക് പറയാൻ പറ്റും എന്നത്. അക്കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ആശങ്കയോ ബേജാറോ ഇല്ല. കാരണം ഒരു വിഷയം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നു, അത് ഇനിയും പറയപ്പെടുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പറയാൻ തുടങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ പ്രസക്തി. ഒരുപക്ഷെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലുള്ള ഒരു ആദ്യ സംരംഭം എന്ന അർത്ഥത്തിൽ ഇതിലെ കേൾവിക്കാർ നമ്മൾ വിചാരിച്ചതുപോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ കൂടി ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ അത്തരക്കാർ ഈ വിഷയത്തിലേക്ക് കടന്നു വരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ശില്പശാലക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരെയും ഒറ്റ വാക്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തിൻ്റെ പ്രത്യേകത പറയുക എന്നുള്ള അർത്ഥത്തിൽ ഒരു 10-15 മിനിറ്റ് ആമുഖമായി സംസാരിക്കാമെന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അതിനുവേണ്ട കുറിപ്പുകളും തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇതിലെ കഥ എന്ന ഫിക്ഷൻ എന്ന സെഷനിൽ സംസാരിക്കേണ്ട ആരിഫ് സൈൻ, അദ്ദേഹത്തിന് ഒരു സുവാർത്ത ഉണ്ടായതുകൊണ്ട്, ഹജ്ജിന് പെട്ടെന്ന് അനുമതി കിട്ടിയതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് ആലോചിക്കുന്നു. അതുകൊണ്ട് അത് മാറ്റിവെക്കുകയാണ്. ഒരു തുടക്കം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഈ വിഷയത്തിൻ്റെ ഒരു പ്രസക്തി സൂചിപ്പിക്കുകയും ഇതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് മാത്രം പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കാം. സാധാരണ ഖുർആൻ, ഹദീസ് എന്നിവയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഖുർആനിൻ്റെ സൗന്ദര്യം, ഹദീസിൻ്റെ സൗന്ദര്യം എന്നാണ് പറയാറുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ, മലയാളത്തിൽ അത്തരം സെമിനാറുകളും അത്തരം പ്രബന്ധങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും അടക്കം ധാരാളം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ സമർപ്പിച്ച 4 പ്രബന്ധങ്ങളെങ്കിലും ഖുർആനിൻ്റെ സൗന്ദര്യം എന്ന രീതിയിലുണ്ട്. അത് ഒന്ന് നിർവഹിച്ചത് എൻ്റെ അധ്യാപക സുഹൃത്തുക്കളായ മമ്പാട്ടെ ഡോക്ടർ അബ്ദുൽ ലത്തീഫാണ് ഒന്ന്, പിന്നെ പാണ്ടിക്കാട് മുഹമ്മദാണ് ഒന്ന്. രണ്ടുപേരും ഏറെക്കുറെ ഒരേ വിഷയമാണ്, ഖുർആനിൻ്റെ സൗന്ദര്യ തലം. അപ്പോൾ ഒരാൾ ഉപമ എടുക്കുന്നു, വേറൊരാൾ മെറ്റഫർ എടുക്കുന്നു, വേറൊരാൾ കഥാഖ്യാനം എടുക്കുന്നു. ഇങ്ങനെ ഖുർആനിൻ്റെ സൗന്ദര്യത്തെ ഖുർആനിനകത്തു തന്നെ തിരഞ്ഞുകൊണ്ട് അത് ധാരാളം ലേഖനങ്ങൾ പ്രബോധനത്തിലടക്കം പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ഖുർആനിൻ്റെ സൗന്ദര്യ സങ്കല്പനത്തെക്കുറിച്ച്, ഖുർആനിൻ്റെ ഭാഷാഘടനയെക്കുറിച്ച് നമ്മുടെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങളായ ഷമീം സാഹിബും മുഹമ്മദും അതേപോലെ നമ്മുടെ ടി കെ ഇക്ബാലൊക്കെ ഇതിൽ പ്രബോധനത്തിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ്
എൻ്റെ ഓർമ്മ. ഖുർആൻ അറിയുന്നവർക്കെല്ലാവർക്കും അവരെ അതിശയപ്പെടുത്തുന്ന ഖുർആനിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ഭാഷാപരവും പ്രമേയപരവുമായ സൗന്ദര്യങ്ങളെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഈ സെമിനാറിൻ്റെ വിഷയം അതല്ല. ഇതെന്തല്ല എന്ന് പറഞ്ഞിട്ടല്ല എന്ത് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സെമിനാറിൻ്റെ വിഷയം ഖുർആനിൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ ഹദീസുകളുടെ സൗന്ദര്യമോ അതിൻ്റെ പ്രമേയപരമായ പ്രത്യേകതകളോ അല്ല. ഈ സെമിനാറിൻ്റെ വിഷയം മലയാള സാഹിത്യവും സർഗാത്മക എഴുത്തുമാണ്. അപ്പോൾ പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ പറഞ്ഞു, എന്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഖുർആൻ പണ്ഡിതന്മാരെ ക്ഷണിച്ചില്ല എന്ന്. അറബി അറിയുന്നവരെ ആരും കാണാനില്ലല്ലോ എന്ന് മറ്റൊരാൾ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറയുന്നത്, ഇത് ഖുർആനിനെക്കുറിച്ചോ ഹദീസിനെക്കുറിച്ചോ അതിൻ്റെ മതപരമോ ഭാഷാപരമോ സൗന്ദര്യപരമോ ഉള്ള പ്രത്യേകതകളെക്കുറിച്ചോ പറയുന്നൊരു സെമിനാർ അല്ല. മറിച്ച് ഇത് മലയാള സാഹിത്യത്തിന് വേണ്ടിയുള്ള സവിശേഷമായും ലോക സാഹിത്യത്തെയും ലോക സിനിമകളെയും ലോക നാടക ചരിത്രത്തെയും മലയാള സിനിമയെയും മലയാള നാടക ചരിത്രത്തെയും പൊതുവായി കണ്ടുകൊണ്ടുള്ള, അതിന് ഊന്നൽ നൽകിയിട്ടുള്ള, അവിടെ നിന്നുകൊണ്ടുള്ള ഒരു സെമിനാറാണ്. അപ്പോൾ ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നിരന്തരം ചർച്ചയിൽ ഇടപെടേണ്ടതുണ്ട്. ചർച്ചയിൽ ഇടപെടുമ്പോൾ ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. എന്താണ് അതിലെ കാമ്പ് എന്ന് ചോദിച്ചാൽ, മലയാള സാഹിത്യത്തിൽ, മലയാള കഥാസാഹിത്യത്തിൽ, കവിതാ സാഹിത്യത്തിൽ, നാടക സിനിമ കാഴ്ചയുടെ അവതരണ കലയുടെ രംഗത്ത്, നിരൂപണം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഇടപാടുകൾ എന്നീ രംഗങ്ങൾ, ഇങ്ങനെ 4 മൊഡ്യൂളായിട്ടാണ് ഈ ശില്പശാലയെ തിരിച്ചിട്ടുള്ളത്. ആദ്യം കവിത, മലയാള കവിത, ലോക കവിത. രണ്ടാമത്തേത് കഥ, ഫിക്ഷൻ, നോവലും കഥയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഫിക്ഷൻ എന്നുള്ള. മൂന്നാമത്തേത് കാഴ്ച എന്നർത്ഥത്തിൽ സിനിമ, നാടകം, മറ്റ് അവതരണ കലകൾ. നാലാമത്തേത് നിരൂപണ സാഹിത്യം, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന പ്രത്യയശാസ്ത്രം, വിമർശന തന്ത്രം എന്ന അർത്ഥത്തിൽ ഖുർആൻ, ഹദീസ് എന്നിവ. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആൻ, അതാണ് തിരുവചനപ്പൊരുളുകൾ, നമ്മൾ ഉദ്ദേശിച്ച ഖുർആൻ, ഹദീസ് എന്നിവ ഒരു സോഴ്സായി അല്ലെങ്കിൽ ഒരു സ്രോതസ്, അതിനാണ് ആകരം എന്ന പേര്. പലരും അത് വിളിച്ച്, എന്ത് ഈ പുതിയൊരു വാക്ക് ആകരം. ആകരം എന്ന് പറഞ്ഞാൽ സ്രോതസ്, സോഴ്സ്. അപ്പോൾ നമ്മൾ കവിതയ്ക്കുള്ള സോഴ്സായി, ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ അതിൽ ബൈബിൾ ഒരു സോഴ്സായിട്ട് കാണാം. അപ്പോൾ എവിടെ ജോൺ എന്നുള്ളത് ജോൺ അബ്രഹാം എന്ന അരാജകവാദിയായ ഒരു സിനിമക്കാരനെ കുറിച്ചുള്ള കവിതയാണ്. പക്ഷെ അതിന് സോഴ്സ് എന്ന് പറയുന്നത് ആബേലും കയേനും തമ്മിലുള്ള, സഹോദരന്മാർ തമ്മിലുള്ള നമ്മുടെ ചരിത്രത്തിൽ ആദ്യത്തെ വൈരാഗ്യത്തിൻ്റെ, ആബേലിനെ കയേൻ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബൈബിളിൻ്റെ ആഖ്യാനത്തെ പിന്തുടർന്നുകൊണ്ടാണ് എവിടെ ജോൺ എന്ന കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട് നിർവഹിക്കുന്നത്. അപ്പോൾ ഒരു പ്രമേയത്തിൻ്റെ ആകരമായിട്ട്, ആകരം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നും കൂടെ അർത്ഥമുണ്ട്. നമുക്കൊരു പ്രമേയം കിട്ടി, ആ പ്രമേയത്തിന് ഇരിക്കാനുള്ളൊരു സ്ഥലം കൊടുക്കണമല്ലോ. ആ സ്ഥലം എന്തുകൊണ്ട് പലപ്പോഴും ബൈബിൾ ആകുന്നു. അപ്പോൾ ഞാൻ പുഴു എന്ന സിനിമ എടുക്കുന്നു. പുഴു എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന, അതിൽ തന്നെ ഒരു പ്രധാന കഥാപാത്രം പറയുന്ന പോലെ, നമ്മൾ എത്ര പുരോഗമിച്ചാലും ജാതി ഫാൻസി ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് നമുക്കിടയിൽ ഇങ്ങനെ നിൽക്കും എന്ന് അതിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ വൺ ലൈൻ. ആ സിനിമയുടെ വൺ ലൈൻ അതാണ്, ജാതി, ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി. പക്ഷേ അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായികയും വെച്ചത് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെ തക്ഷകൻ എന്ന ഒരു സ്പേസിലാണ്, ഒരു ഇരിപ്പിടത്തിലാണ്. അപ്പോൾ തക്ഷകൻ പുഴുവായിട്ട് ആക്രമിക്കാൻ വരുന്നു. പുഴുവിൻ്റെ ജന്മമെടുത്ത് പഴത്തിനുള്ളിൽ കയറി ശത്രുവിനെ കൊല്ലുന്ന ഒരു മഹാഭാരത ആഖ്യാനത്തിൻ്റെ ഇരിപ്പിടത്തിലാണ് കേരളത്തിലെ ഇന്നത്തെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വൺലൈനെ കൊണ്ടുപോയി വെക്കുന്നത്. ഇതിനാണ് ആകരം എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും ഒരു ആകരമായിട്ട് മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും മലയാള നാടകത്തിലും വെക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കഴിയുമോ, അതിന് സാധ്യതകളുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ സെമിനാറിൻ്റെ കാമ്പ്, അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ കവിത ചർച്ച ചെയ്യുമ്പോൾ ഖുർആനിലുള്ള ഇത്തരം ആകരങ്ങളുടെ
അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഓഡിറ്റ് നടത്തണം, പിന്നീടല്ലോ പുതിയ നിർദ്ദേശം എന്തുണ്ടായി എന്ന് പറയണം, എന്നിട്ടല്ലേ പിന്നെ എന്തുണ്ടാകും എന്ന് പറയാം. അപ്പം എല്ലാ മൊഡ്യൂളിലും ഈ 2 പ്രഭാഷണങ്ങളാണ് ഉണ്ടാവുക. ഒന്നിൽ ഇതുവരെ എന്തുണ്ടായി, ഇപ്പോൾ കവിതയാണെങ്കിൽ മലയാള കവിതയിൽ ഖുർആനും ഹദീസും എന്ത് ചെയ്തു, പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും. 2 പേരാണ് പ്രഭാഷണത്തിനുണ്ടാവുക. 20 മിനിറ്റ് ഓരോരുത്തർ സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇനി മറ്റു സാധ്യതകളെക്കുറിച്ച് നിരന്തര ചർച്ച നടക്കണം, എല്ലാവരും ഇടപെടണം, എന്നാലത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ റെഫറൻസുകൾ ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കഥയിൽ ഇതുവരെ ഉണ്ടായ കഥകൾ, അത് വെച്ചിട്ട് ഇനി എന്തൊക്കെ സാധ്യതകളുണ്ട്, സിനിമയിലും നാടകത്തിലും ഇതുവരെ ഉണ്ടായ നാടകങ്ങളും സിനിമകളും ഇനി എന്തൊക്കെ സാധ്യതകളുണ്ട്, അതേപോലെ ഫിലോസഫി അല്ലെങ്കിൽ ദർശനം എന്നുള്ള അർത്ഥത്തിൽ ഇതുവരെ മലയാളത്തിൽ അതിൻ്റെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനി എന്തൊക്കെ സാധ്യത. ഇങ്ങനെ 2 പേർ ഇരട്ടകളുടെ പ്രബന്ധമാണ് ഇവിടെ നടക്കുക. പരസ്പരം അതൊന്നും ഈ കമ്പാർട്ട്മെൻറ്റുകളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ചർച്ചകളൊക്കെ വരാം, അതൊന്നും കുഴപ്പമില്ല. ഉദ്ഘാടന സെഷൻ എന്നുള്ള അർത്ഥത്തിൽ ഇതിൽ 2 പ്രഭാഷണങ്ങളാണ് കാര്യമായുള്ളത്. രണ്ടും ഇതിൻ്റെ ഒരു കീനോട്ട് എന്ന അർത്ഥത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ടുള്ള ഡോക്ടർ PK അബ്ദുറഹ്മാനാണ്. PK അബ്ദുറഹ്മാനെ മലയാളികൾക്ക്, പൊതുവെ മലയാള വായനക്കാർക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിക വായനക്കാർക്ക് പരിചയപ്പെടുത്തിയാൽ പെട്ടെന്ന് മനസ്സിലാകും. കാരണം വളരെ തിയററ്റിക്കലായി ദാർശനികമായി കേരളത്തിലെ ഇസ്ലാമിക സ്ത്രീവാദം പോലെയുള്ള പല വിഷയങ്ങളെയും അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ അക്കാദമികമായി ഇസ്ലാമിക മലയാളത്തിലും ഇംഗ്ലീഷിലും ഇസ്ലാമിക ചിന്താ ലോകത്ത് നിലനിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇസ്ലാമിക രാഷ്ട്ര സിദ്ധാന്തത്തിൽ ഇറാൻ, മൗദൂദി, ഈജിപ്ത് ഇസ്ലാമിക രാഷ്ട്ര സിദ്ധാന്തത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം. JNUവിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസവും PhDയും പൂർത്തിയാക്കിയത്. ഒരുപക്ഷെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ കാലത്തെ ഇസ്ലാമിൻ്റെ ദർശനങ്ങളെയും ചിന്തകളെയും വളരെ കണ്ടംപററി ആയിട്ട് അറിയുകയും ഇടപെടുകയും സമീപിക്കുകയും ചെയ്യുന്ന ഒരാളെ, പ്രത്യേകിച്ച് ഒരു കേരളത്തിന് പുറത്തുള്ളൊരു സ്കോളറെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അത് പ്രകാരമാണ് അബ്ദുറഹ്മാനെ നമ്മൾ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത്. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഖുർആൻ എങ്ങനെ ഒരു റീഡിംഗ് മെറ്റീരിയലായി, ഒരു ടെക്സ്റ്റായി എങ്ങനെ സമീപിക്കാമെന്നതിനെക്കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രബന്ധമാണ് ആദ്യം അവതരിപ്പിക്കുക. അതിനുശേഷം അതൊരു കീനോട്ട് ഈ വിഷയത്തിൽ, ഒരു പക്ഷേ കേരളത്തിൽ ഈ വിഷയത്തിൽ വളരെ മുൻപ് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഖുർആനിലും മലയാള സാഹിത്യത്തിലും അറബി സാഹിത്യത്തിലും ലോക സാഹിത്യത്തിലും ഒരേ സമയം അറിവുള്ള ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഒരാളേ ഉള്ളൂ. അപ്പോൾ മലയാളത്തിൻ്റെ പൊതുസാഹിത്യ വ്യവഹാരങ്ങളിലും ഖുർആനിലും വിവരമുള്ള, ഇപ്പോഴും അറബിയിൽ മലയാള സാഹിത്യത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുന്ന ആളാണ് VA കബീർ സാഹിബ്. നമ്മുടെ അഭിമാനമാണ്. കബീർ സാഹിബാണ് ഒരുപക്ഷെ ഞാൻ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ഹിക്മത്തുള്ള ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലത്തെ VA കബീർ സാഹിബിൻ്റെ പ്രസംഗങ്ങളാണ് കേൾക്കാറുള്ളത്, SIO സംവേദനവേദി തൊട്ടേ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു കീനോട്ട് അവതരിപ്പിക്കുന്നത്. ഈ 2 പ്രഭാഷണങ്ങളാണ് ഉദ്ഘാടന സെഷനിൽ നമുക്കുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുകയും ഇതിനെ പിന്തുടരുകയുമാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു റിസോഴ്സ് ക്യാമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിൽ നിന്നാണ് ഇനി ഈ വിഷയം പുറത്തേക്ക് പോകേണ്ടത്. നമ്മളാണ് ഇതിൻ്റെ പ്രചാരകരും. ഏതൊരു ചടങ്ങിലും ഇങ്ങനെ ഒരു സാധ്യത ഖുർആനിലും ഹദീസിലും ഉണ്ട് എന്നതിൻ്റെ പ്രബോധകരും ആയി മാറേണ്ടവർക്കുള്ള ഇതിനെ ഒരു ടീച്ചേഴ്സ് ടീച്ചിങ് ഉണ്ടല്ലോ, അതായിട്ട് ഇതിനെ കാണണം, ഒരു റിസോഴ്സ് ഗ്രൂപ്പായിട്ട് ഇതിനെ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന സദസ്സിലേക്ക് വന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആദം അയ്യൂബ് സാർ, സംസ്ഥാന മുഖ്യ രക്ഷാധികാരി NM അബ്ദുറഹ്മാൻ സാഹിബ്, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഇപ്പോൾ എനിക്കറിയാം മുമ്പിലിരിക്കുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു മേഖലയിൽ എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മേഖലയിൽ സംഭാവനകൾ ചെയ്യുകയോ നൽകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ശില്പശാലയ്ക്ക് നമ്മൾ തുടക്കമിടുന്നത്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സദസ്സിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് ആദം അയ്യൂബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.